സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഒന്നാം റാങ്ക് ആദിത്യ വാസ്തവയ്ക്ക്. ഉയർന്ന റാങ്കുകളിൽ നിരവധി മലയാളികളും. നാലാം റാങ്ക് എറണാകുളം സ്വദേശി സിദ്ധാർത്ഥിന്. വിവരങ്ങളുമായി ഇപ്പോൾ ജിൽബി ചേരുകയാണ്. ജിൽബി, വളരെ മികച്ച നേട്ടം തന്നെയാണ്. ഒപ്പം കേരളത്തിനുൾപ്പെടെ ഇതൊരു അഭിമാന നേട്ടം തന്നെയാണ്. വിശദാംശങ്ങൾ. പാവണി, തീർച്ചയായും അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. കാരണം സിവിൽ സർവീസ് പരീക്ഷ ഫലം പ്രഖ്യാപിച്ചപ്പോൾ നിരവധി മലയാളികളാണ് ഈ ആദ്യ 100 റാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് PK സിദ്ധാർത്ഥ് രാംകുമാറാണ് 4ാം റാങ്ക് നേടിയത്. 2023 സിവിൽ സർവീസ് പരീക്ഷാ ഫലമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ 4ാം റാങ്ക് എറണാകുളം സ്വദേശിയായ സിദ്ധാർത്ഥ് രാംകുമാർ സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം IPS ലഭിച്ച സിദ്ധാർത്ഥ് നിലവിൽ ഇപ്പോൾ ഹൈദരാബാദിൽ പരിശീലനത്തിലാണ്. ഒപ്പം മറ്റ് നിരവധി മലയാളികളാണ് ആദ്യത്തെ 100 റാങ്കുകളിൽ ഇടം നേടിയത്. അതായത് വിഷ്ണു ശശികുമാർ 31ാം റാങ്ക്, അർച്ചന PP 40ാം റാങ്ക്, R രമ്യ 45ാം റാങ്ക്, ബിൻജോ P ജോസ് 59ാം റാങ്ക്, പ്രശാന്ത് S 78ാം റാങ്ക്, ആനി ജോർജ് 93ാം റാങ്ക് തുടങ്ങി നിരവധി മലയാളികൾ, അതായത് 100-നുള്ളിലല്ല 100-ഉം അതുപോലെ തന്നെ 200 റാങ്കിനടയ്ക്കും ഒക്കെ നിരവധി മലയാളികൾ ഈ തവണ ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1016 ഉദ്യോഗാർത്ഥികളുടെ പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ SC/ST വിഭാഗത്തിൽ 251 പേരും, OBC വിഭാഗത്തിൽ 303 പേരും, EWS വിഭാഗത്തിൽ 115 പേരും, ജനറൽ വിഭാഗത്തിൽ 347 പേരുമാണ് യോഗ്യത നേടിയത്. കഴിഞ്ഞ വർഷം ഈ 2023 1105 തസ്തികകളിലേക്കായിരുന്നു അപേക്ഷ ക്ഷണിച്ചത്. 2023 മെയ് 28-നാണ് പ്രിലിമിനറി പരീക്ഷ നടന്നത്. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ മെയിൻ പരീക്ഷയും ഡിസംബർ 8-ന് അതിന്റെ പരീക്ഷാ ഫലവും ഏപ്രിൽ അഭിമുഖം ഒക്കെ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ 2023 സിവിൽ സർവീസ് പരീക്ഷാ ഫലം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്തായാലും മലയാളികൾക്ക് തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഈ സിവിൽ സർവീസിന്റെ പരീക്ഷാ ഫലം വരുമ്പോൾ. ആവണി. ശരി, സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ച് 1ാം റാങ്ക് നേടിയിരിക്കുന്നത് ആദിത്യ ശ്രീവാസ്തവയാണ്. ഉയർന്ന റാങ്കുകളിൽ നിരവധി മലയാളികളുമുണ്ട്. 4ാം റാങ്ക് എറണാകുളം സ്വദേശി സിദ്ധാർത്ഥിനാണ്. വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്നും ജിൽബി നൽകിയത്.